لم يورثوا درهما ولا دينارا وإنما ورثوا العلم. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സാദി അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ അത്ഭുതകരമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു സ്വപ്നം കണ്ടതായി ഷെയ്ഖിൻ്റെ സീറയിൽ കാണാം, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. സ്വപ്നം കണ്ടത് എന്താണ്? ഇവർ ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഷെയ്ഖ് ജനിക്കുന്നതിന് മുമ്പ് സ്വപ്നം കണ്ടു. അവരുടെ അടുത്തുള്ള പള്ളിയിൽ, ഇന്നത്തെ സൗദി അറേബ്യയിലെ ഖസീമിലുള്ള മെനൈസ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷെയ്ഖ് ജനിച്ചത്. അവിടെ അവരുടെ അടുത്തുള്ള വലിയ ജുമയുള്ള പള്ളിയിൽ, ആ പള്ളിയുടെ മിഹ്റാബിൽ അവർ മൂത്രം വയ്ക്കുന്നതായി സ്വപ്നം കണ്ടു. അങ്ങനെ അവർ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരാളോട് ചോദിച്ചു. സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥമായിരിക്കില്ല. ചിലപ്പോൾ നേർക്കുനേരെയുള്ള ആ സംഭവം അതിൻ്റെ അടുത്തൊന്നും ആയിരിക്കുകയില്ല ഹഖീഖത്ത്, യാഥാർത്ഥ്യം. സ്വപ്നം എന്ന് പറയുന്നത് തന്നെ സൂചനകളാണ്. അപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോൾ അന്നത്തെ ആ നാട്ടിലെ ചില സ്വപ്ന വ്യാഖ്യാതാക്കളായ ആളുകൾ പറഞ്ഞു കൊടുത്തത്, ഈ മസ്ജിദിൽ ഈ കുട്ടി ദീൻ പഠിപ്പിക്കും, എൽമ പഠിപ്പിക്കും എന്നായിരുന്നു. അങ്ങനെ ഷെയ്ഖ് ജനിച്ചു. അദ്ദേഹം ഒരു ആലിമാവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം ജനിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉപ്പ മരിച്ചു. ഹിജ്റ 1307 അദ്ദേഹം ജനിക്കുന്നത്. 3 വർഷം കഴിഞ്ഞപ്പോൾ 1310 ഉപ്പ മരണപ്പെട്ടു. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഉമ്മയും മരണപ്പെട്ടു. 5 വയസ്സുള്ള സമയത്ത് ഉമ്മയും മരണപ്പെട്ടു. അങ്ങനെ പരിപൂർണ യത്തീമായിട്ടാണ് അദ്ദേഹം വളരുന്നത്. സാധാരണ നമുക്കറിയാം, യത്തീമായിട്ടുള്ള മക്കൾ ഇൽമ പഠിച്ച് ആലിമാകുന്നത് പോയിട്ട് ദീൻ തന്നെ ഇല്ലാത്ത അവസ്ഥയായിരിക്കും കൂടുതലും. യത്തീമല്ലാഞ്ഞിട്ട് തന്നെ മാതാപിതാക്കൾക്ക് മക്കളെ വളർത്താനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. മാതാപിതാക്കളുടെ ശ്രദ്ധ കുറച്ച് കുറഞ്ഞാലും മക്കൾ വഴിതെറ്റിപ്പോകും. പക്ഷേ ഷെയ്ഖ് ഇങ്ങനെ പൂർണ്ണ യത്തീമായിട്ടും അദ്ദേഹം പഠിച്ച് വലിയ ആലിമായി ഈ മസ്ജിദിൽ ദീർഘകാലം പഠിപ്പിച്ചു. ചെറുപ്പത്തിൽ അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ 2ാമത്തെ ഭാര്യയായിരുന്നു. അവർ സ്വന്തം മക്കളെക്കാളും ഷെയ്ഖിനെ സ്നേഹിച്ചിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ അവർ വളർത്തി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെ അദ്ദേഹം ഉപ്പ എന്നാണ് പറയാറുള്ളത്, ഷെയ്ഖ് അബ്ദുറഹ്മാൻ സാദി. അങ്ങനെ വളരെ വിഷമങ്ങളുള്ള ഒരു ചെറുപ്പകാലമാണ് ഷെയ്ഖ് അനുഭവിക്കേണ്ടി വന്നത്. എന്നിട്ടും അദ്ദേഹം പഠിച്ചു. അങ്ങനെ വലിയ ആലിമായി ആ മസ്ജിദിൽ അദ്ദേഹം പഠിപ്പിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 23 വയസ്സുള്ള സമയത്ത് ആ മസ്ജിദിൽ അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് മരണപ്പെടുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ പഠിപ്പിച്ചു. അങ്ങനെ മൊത്തം 69ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. 46 വർഷം ആ മസ്ജിദിൽ അദ്ദേഹം, ആ മിഹ്റാബിൽ അദ്ദേഹം പഠിപ്പിച്ചു. റഹിമഹുല്ലാഹ് റഹ്മത്തൻ വാസിഅ. അദ്ദേഹം ഈ റിസാല എഴുതുന്നതിനൊരു കാരണമുണ്ട്. എന്തായിരുന്നത്? അദ്ദേഹം മരിക്കാൻ കാരണമായ രോഗം, ആ രോഗം തുടങ്ങി. അദ്ദേഹത്തിന് BP ഉണ്ടായിരുന്നു, ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഷർ കൂടി. അന്ന് നമുക്കറിയാം, അറബികൾക്കിടയിൽ, അറബ് രാജ്യങ്ങളിൽ ചികിത്സയൊക്കെ വളരെ പുറകിലാണ്. മെഡിക്കൽ ഫീൽഡ് വളരെ പുറകിലാണ്. അവിടെ ഡോക്ടർമാരില്ല. അക്കാലത്ത് ഏറ്റവും വികസിച്ചിരുന്ന, പുരോഗമനം ഉണ്ടായിരുന്ന അറബ് രാജ്യമാണ് ലബനാൻ. ചികിത്സക്കൊക്കെ അങ്ങോട്ടാണ് അവർ പോവുക. അങ്ങനെ ഷെയ്ഖിന് ഈ BP എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് വളരെ നിസ്സാരമായൊരു രോഗമാണ്, അല്ലെങ്കിൽ ചികിത്സ ലഭ്യമായ രോഗമാണ്. പക്ഷേ ആ ഒരു രോഗത്തിന് വേണ്ട മരുന്നും ചികിത്സയും ഡോക്ടർമാരും സൗദി അറേബ്യയിലില്ല. അങ്ങനെ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ലബനാനിലേക്ക് കൊണ്ടുപോകാൻ അന്നത്തെ അമീർ തീരുമാനിച്ചു. സൗദി ഭരണകൂടം അദ്ദേഹത്തെ വളരെ ബഹുമാനിച്ചിരുന്നു. അങ്ങനെ അന്നത്തെ രാജാവ് ഒരു പ്രത്യേക വിമാനം, ചാർട്ടേഡ് ഫ്ലൈറ്റ് പറഞ്ഞയച്ച് അങ്ങനെ ഷെയ്ഖിനെ ലബനാനിലേക്ക് എത്തിച്ചു 65ാമത്തെ വയസ്സിൽ. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തോട് 2 മാസം അവിടെ ചികിത്സിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അവിടെ കിടത്തി ഹോസ്പിറ്റൽ. അവിടുത്തെ വലിയൊരു മെഡിക്കൽ കോളേജിലാണ് ഷെയ്ഖിനെ ചികിത്സിക്കുന്നത്. ജാമിയത്തുൽ അമരിക്കി എന്ന അമേരിക്കൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലബനാൻ. അവിടെയാണ് ഷെയ്ഖിനെ ചികിത്സിച്ചത്. 2 മാസം അവിടെ ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കഴിയേണ്ടി വന്നു. ആ സമയത്ത് പരിപൂർണമായും വിശ്രമിക്കാൻ അവർ ആവശ്യപ്പെട്ടു. 65 വയസ്സുണ്ട്. അങ്ങനെ ഈ ഒരു 2 മാസം അവിടെ കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് അവിടെ പലതരത്തിലുള്ള ആളുകളെ കണ്ടു. ഈ ഹോസ്പിറ്റലിൽ പലരും ഇങ്ങനെ അക്കാലത്ത് മാരകമായ രോഗങ്ങളെന്ന് വിചാരിക്കുന്ന രോഗങ്ങളുമായിട്ട് വന്ന ആളുകളാണ്.
അപ്പോൾ അവർക്കൊക്കെ അവരെ ശാരീരികമായി തളർത്തിയിട്ടുള്ള രോഗങ്ങളുണ്ട്. അതിന് പുറമെ ഈ രോഗം കാരണം മാനസികമായി തളർന്ന അവസ്ഥയിലാണ് എല്ലാവരും. ഹോസ്പിറ്റലിൽ എല്ലാവരും വലിയ മാനസിക വിഷമത്തിലാണ്. കാരണം മറ്റ് സ്ഥലങ്ങളിൽ ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങളാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഷെയ്ഖിനോട് വായിക്കരുത്, എഴുതരുത് എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുമുണ്ട്. ആ സമയത്ത് ഷെയ്ഖിൻ്റെ മകൻ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം അവിടെ പുറത്തിറങ്ങി നടന്നപ്പോൾ ഒരു പുസ്തകം കണ്ടു. അറിയപ്പെട്ട ഒരു മനഃശാസ്ത്രജ്ഞൻ ഡെയിൽ കാർണീജി എന്ന് പറയുന്ന യഹൂദിയായിട്ടുള്ള ഒരു ഇംഗ്ലീഷുകാരൻ, അയാൾ എഴുതിയ ഒരു പുസ്തകം, അതിൻ്റെ അറബി തർജ്ജമ അദ്ദേഹം കണ്ടു. ഖലഖ് വബിദ്ഇൽ ഹയാ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് വളരെ പ്രശസ്തമായൊരു പുസ്തകമാണ്. ഈ വ്യക്തി എഴുതിയിട്ടുള്ള ഇതുപോലെയുള്ള അറിയപ്പെട്ട പുസ്തകങ്ങളുണ്ട്, മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ. നിങ്ങൾ ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, പല ഭാഷകളിലും ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്. മലയാളത്തിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇദ്ദേഹം എഴുതിയ പുസ്തകം വളരെ പ്രചാരത്തിലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും പ്രശസ്തമാണ്. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അത് നമ്മുടെ നാട്ടിലൊക്കെ ബുക്ക് സ്റ്റാളിലും ലൈബ്രറികളിലൊക്കെ കാണാൻ പറ്റും. അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ഈ വ്യക്തി എഴുതിയിട്ടുള്ള ഖലഖ് വബ്ദഇൽ ഹയാ എന്ന് പറയുന്ന ഈ പുസ്തകം ഈ മകൻ, ഷെയ്ഖിൻ്റെ മകൻ വാങ്ങി ഷെയ്ഖിന് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഷെയ്ഖ് അത് ഇരുന്ന് വായിച്ചു, പൂർണ്ണമായി വായിച്ചു. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന വിഷയം എന്താണ്? മനസ്സമാധാനം ഉണ്ടാകാനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. അത് ഉപ്പാക്ക് ഇപ്പോൾ ആവശ്യമായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് മകനത് വാങ്ങിയത്. കാരണം രോഗിയാണ്, വിശ്രമത്തിലാണ്. അങ്ങനെ ആ പുസ്തകം ഇരുന്ന് വായിച്ച ഷെയ്ഖ് അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആ പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളും ദീനിലുള്ള കാര്യങ്ങളാണ്, ഇസ്ലാമിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ സ്വാഭാവികമായും ഒരു കാഫിർ എഴുതിയതായതുകൊണ്ട് അതിൻ്റെ കുറവുകൾ അതിലുണ്ടാവും. അങ്ങനെ ഷെയ്ഖ് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഇസ്ലാമികമായി പരിഷ്കരിച്ച് എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെയുള്ള ആ 2 മാസം സമയം അതിനുള്ളിലാണ് ഇദ്ദേഹം ഈ കിതാബ് എഴുതുന്നത്, വസായിലുൽ മുഫീദ ലിൽ ഹയാത്തി സഈദ. എന്നിട്ട് അദ്ദേഹം അത് പ്രിന്റ് ചെയ്തിട്ട് ആ ഹോസ്പിറ്റലിലെ എല്ലാ രോഗികളും അത് വിതരണം ചെയ്യാൻ പറഞ്ഞു. ഇന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലോകത്തുള്ള ഒട്ടുമിക്ക ഭാഷകളിലും ഈ കിതാബിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. നമുക്കറിയാവുന്ന എല്ലാ ഭാഷകളിലും ഈ പുസ്തകത്തിൻ്റെ തർജ്ജമ, ട്രാൻസ്ലേഷൻ ഉണ്ടാകും. ഈ പുസ്തകത്തെക്കുറിച്ച് അറിയപ്പെട്ട ഒരു ആലിമ് പറഞ്ഞത്, ഷെയ്ഖ് അബ്ദുള്ള അൽ ജാറുല്ലാഹ് എന്ന് പറയുന്ന ഒരു വലിയ ആലിം റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകം ഒരു മാനസിക രോഗ ആശുപത്രിയാണ്. ചെറിയൊരു പുസ്തകമാണ്, പക്ഷേ ഇതൊരു ഹോസ്പിറ്റലാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ഫലപ്രദമായ കാര്യങ്ങളാണ് ഈ കിതാബിലുള്ളത്. അങ്ങനെ ഷെയ്ഖ് ആ വിശ്രമ കാലത്താണ് ഈ കിതാബ് എഴുതുന്നത്. പിന്നീട് അദ്ദേഹം തിരിച്ച് സൗദി അറേബ്യയിലെത്തി, ചികിത്സ കഴിഞ്ഞ് 65-ാമത്തെ വയസ്സിലാണ്. പിന്നീട് 4 വർഷം കൂടി കഴിഞ്ഞ് 69-ാമത്തെ വയസ്സിൽ ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം പതിവ് പോലെ പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ആളുകൾക്ക് ഒരു ദർസ് എടുക്കാറുണ്ടായിരുന്നു. ആ ദർസ് എടുത്ത് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രഷർ കൂടി, അങ്ങനെ കിടപ്പിലായി. അങ്ങനെ പിറ്റേ ദിവസം സൗദി ഗവൺമെൻറ് അദ്ദേഹത്തെ വീണ്ടും ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി ഒരു പ്ലെയിൻ പറഞ്ഞയച്ചു. അങ്ങനെ ആ വിമാനത്തിന് അവിടെ ഇറങ്ങാൻ സാധിച്ചില്ല, മഴ കാരണം. അങ്ങനെ മടങ്ങിപ്പോയി. അദ്ദേഹം കിടപ്പിലാണ്. അങ്ങനെ അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ, ആ ദിവസം അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് ഉണ്ടായി. തലച്ചോറിൽ രക്തം ഒഴുകി. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഇവർ സൗദി ഗവൺമെൻറ് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിമാനം പറഞ്ഞയച്ചു. പക്ഷേ ആ വിമാനം അവിടെ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ അവസാനത്തെ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള 2 ദിവസം മുമ്പ് വരെ ആ മസ്ജിദിൽ അദ്ദേഹം ഇൽമ പഠിപ്പിച്ചു. അങ്ങനെ ആ ഉമ്മയുടെ സ്വപ്നം പൂർത്തിയായി. ഇതാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാ. അദ്ദേഹം ധാരാളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അറിയപ്പെട്ട കിതാബ് അദ്ദേഹത്തിൻ്റെ തഫ്സീറാണ്, തഫ്സീർ സഅദി. വളരെ മനോഹരമായൊരു തഫ്സീറാണ് ഷെയ്ഖിൻ്റെ തഫ്സീർ. അതുപോലെ ഫിഖ്ഹിലും ഉസൂൽ ഫിഖ്ഹിലും ഒക്കെയായി ധാരാളം കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ കിതാബിൻ്റെ വിഷയം നമ്മൾ പറഞ്ഞു, സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള മാർഗങ്ങൾ. അതാണ് കിതാബിൻ്റെ ഹെഡിങ്, അൽ വസായിലുൽ മുഫീദ, ഉപകാരപ്രദമായ മാർഗങ്ങൾ ലിൽ ഹയാത്ത് സഈദ,
സന്തോഷമായി ജീവിക്കാനുള്ള മാർഗങ്ങൾ. ഇതാണ്